Hi students, welcome to our maths class. In the previous class we have been studying area related to circles. Chapter 12, area related to circles. See the second question. Find the area of a quadrant of a circle whose circumference is 22 centimeter. Area of a quadrant. What do you mean by quadrant? Quadrant എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നിങ്ങൾക്കറിയാം ക്വാഡ്രൻ്റ് എന്നുള്ള ടേം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? ശരിക്കും ക്വാഡ്രൻ്റ് എന്നുള്ളതിൻ്റെ വേർഡിൻ്റെ ശരിയായ അർത്ഥം 1/4 അല്ലേ? നമ്മൾ ടൈമൊക്കെ ക്ലോക്ക് പഠിച്ചപ്പോൾ നമ്മൾ പണ്ട് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ ക്ലോക്ക് പഠിപ്പിച്ചപ്പോൾ ക്വാർട്ടർ ടു 10 എന്നൊക്കെ പഠിച്ചു അല്ലേ? അത് ക്ലോക്കിനകത്തൊക്കെ സർക്കിളല്ലേ? ക്വാർട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മുടെ ക്ലോക്കിൽ ഒരു 15 മിനിറ്റ്സിനെയാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. സർക്കിളിനെ സംബന്ധിച്ച് 90 ഡിഗ്രിയാണ്. അതായത് സർക്കിളിൻ്റെ 1/4 4ആയിട്ട് സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ഡിവൈഡഡ് ബൈ 4 90. അപ്പം സർക്കിളിൻ്റെ 4/1 കഷ്ണം ക്വാർട്ടർ പീസ്, ദാറ്റ് ഈസ് നോൺ ആസ് ക്വാർട്ടർ. അണ്ടർസ്റ്റുഡ്? സോ ഫൈൻഡ് ദ ഏരിയ ഓഫ് ക്വാഡ്രന്റ്. ക്വാഡ്രന്റ് നമ്മൾ പിന്നെയും പഠിച്ചായിരുന്നല്ലോ. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഇതും 4ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ഓരോ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ ക്വാഡ്രന്റിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ സർക്കംഫറൻസ് ആണ് തന്നിരിക്കുന്നത്. സർക്കംഫറൻസ് എന്നാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കണ്ടേ? സർക്കംഫറൻസിന്റെ ഫോർമുല എന്താണ്? 2πr is equal to 22/7. Here they have told to use the value of pi is 22/7 unless it is given. Okay, then 2πr is equal to 22. ഇതിൽ നിന്ന് r is equal to 22 divided by 2π. So 22 divided by പൈയുടെ വാല്യൂ ഏതാണ്? 22/7. 22/7 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ എങ്ങോട്ടേക്കാവും? ന്യൂമറേറ്റർ ആവും. ഇങ്ങനെ കട്ടായി പോയിട്ട് ഇത് 7/2 വരും. അതായത് 22/7 അല്ലേ? ഈ by7 നമ്മൾ ശരിക്കും മുകളിലേക്ക് എഴുതാം. ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലാണ്. സോ റേഡിയസ് കിട്ടി. ഇനി ഏരിയ ഓഫ് ക്വാഡ്രന്റ്. ഫോർ എ ക്വാഡ്രന്റ് ആംഗിൾ for a quadrant for a quadrant of a circle, angle theta is equal to, for a quadrant of circle in the quadrant in a angle theta is equal to, what is the angle theta? 90 degree. അപ്പോൾ ക്വാഡ്രന്റ് എന്ന് നിൽക്കുമ്പോൾ സർക്കിളിന്റെ ക്വാഡ്രന്റിന്റെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. then area of quadrant. ഏരിയയുടെ ഫോർമുല എന്താ? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ക്വാഡ്രന്റ് എന്ന് പറഞ്ഞ ഒരു സെക്ടർ അല്ലേ? അപ്പോൾ തീറ്റ എത്രയാണ്? 90/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. റേഡിയസ് 7/2 ദ ഹോൾ സ്ക്വയർ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പിള്ളേരെ, ക്വാഡ്രന്റ് ആയതുകൊണ്ട് 1/4 ഓഫ് പൈ ആർ സ്ക്വയർ എന്ന് ഡയറക്റ്റ് എഴുതാം. 90/360 എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ. അല്ലെങ്കിൽ 90 360 കൂടെ കട്ട് ചെയ്തിട്ട് 1/4 ഇൻറ്റു പൈയുടെ വാല്യൂ എത്രയാണ്? 22/7 ഇൻറ്റു റേഡിയസ് 7/2 ഇൻറ്റു 7/2. 7 കട്ടാവും അല്ലേ? പിന്നെ നമുക്ക് ഇവിടെ കിടക്കുന്ന 2 ഇത് കട്ടായി പോയി. സോ വി ഹാവ് 77, ന്യൂമറേറ്ററിൽ 77/8 centimeter square. It is the area of this quadrant. Easy question alle? So let us move to the next problem. See the next question. Find the length of the minute hand. Find the length of the minute hand. The length of the minute hand. The length of the minute hand of a clock is 14 centimeter. Find the area set by the minute hand in 5 minutes. 5 മിനിറ്റ് ഹാൻഡ് സെറ്റ് ആവുമ്പോൾ, മിനിറ്റ് ഹാൻഡ് 5 മിനിറ്റ് ഓടുമ്പോൾ എത്ര ഏരിയ ആണ് കവർ ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലോക്ക് സർക്കിൾ ആണെന്നുള്ളത് എപ്പോഴും കിട്ടുന്ന ക്ലോക്ക് സ്ക്വയർ ഷേപ്പിലോ ഒക്കെ ആണെങ്കിൽ പോലും അത് അതിന്റെ ടിപ്പ് മൂവ് ചെയ്യുന്നത് സർക്കുലർ ഷേപ്പിലാണല്ലോ അല്ലേ? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 മിനിറ്റ് കൊണ്ട്, അതായത് ഇപ്പം ഇവിടെ 12:15 സമയം, അത് 12:20 ആകുമ്പോൾ, അതായത് 5 മിനിറ്റ് മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 12:10 നിന്ന് 12:15 5 മിനിറ്റ് മൂവ് ചെയ്യുമ്പോൾ എത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ട്? ആ മിനിറ്റ് ഹാൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി 5 മിനിറ്റ് കവർ
കവർ ചെയ്യുമ്പോൾ. ഞാൻ എപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോഴും എൻ്റെ പിള്ളേർ ചോദിക്കും, അമ്മ വരയ്ക്കുന്നത് എന്താ, അമ്മ വരയ്ക്കുന്നത്, മോൻ എപ്പോഴും ചോദിക്കുന്നത് എന്താണെന്നറിയോ, അമ്മ എന്താ ക്ലോക്ക് വരയ്ക്കുന്നത്, അമ്മ എന്താ ക്ലോക്ക് വരയ്ക്കുന്നതെന്ന്. കൊച്ചു പിള്ളേർക്ക് എപ്പോഴും സർക്കിള് കാണുമ്പോൾ നമ്മളിങ്ങനെ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ ക്ലോക്കാണ് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എത്ര ആംഗിൾ വരുമെന്ന്? ഇത് ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു വളരെ എളുപ്പമുള്ള വഴിയുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആകെ 12 ആണുള്ളത്. 12/12 എന്ന് പറഞ്ഞാൽ 360 ആണ്. അപ്പോൾ 1ലേക്ക് 12 എന്ന് 1ൽ എഴുതുമ്പോൾ 1/12 ഇൻറ്റു 360, അതായത് 30 ഡിഗ്രി. 360യുടെ 1/12 ആണ് ഓരോ 5 മിനിറ്റ്സിനിടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 30. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പ് പറഞ്ഞ പ്രോബ്ലത്തിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 15 മിനിറ്റ്സിന്റെ ഒരു ക്വാഡ്രന്റ് ആയിട്ട് വരും അല്ലെ. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രന്റ് ആയിട്ട് വരും. അതായത് 3 to 9 എന്നുള്ള 15 മിനിറ്റിൽ ക്വാഡ്രന്റ് ആണ്. ക്വാഡ്രന്റ് 90 ഡിഗ്രിയാണ്. ഈ ക്വാഡ്രന്റിനെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? 1, 2, 3. 90 ഡിവൈഡഡ് ബൈ 3. സോ ലൈക്ക് ദാറ്റ് 30 ഡിഗ്രി. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, നമുക്കിനി കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ പഠിക്കാനുള്ളൊരു കാര്യമാണ്. ഒരു ക്ലോക്കിനകത്തെ ഏതെങ്കിലും 2 നമ്പേഴ്സ്, അതായത് 1, 2, 5 മിനിറ്റ് ടു 10 മിനിറ്റ്, 10 മിനിറ്റ് ടു 15 മിനിറ്റ്സ്. അപ്പോൾ ഈ ഓരോ 5 മിനിറ്റ്സും തമ്മിലുള്ള ആംഗിൾ, അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് വരിക? സെൻട്രൽ ആംഗിൾ വരുന്നത് 30 ഡിഗ്രിയാണ്. 5 മിനിറ്റ്സിന്റെ സെൻട്രൽ ആംഗിൾ വരുന്നത് എത്രയാണ്? 30 ഡിഗ്രി. അപ്പോൾ 1 മിനിറ്റ് ക്ലോക്ക് വളരെ ചെറുതായിട്ട്, അതായത് നിങ്ങൾ ഇപ്പം ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്, ഇതുപോലത്തെ ക്ലോക്ക് 1 മിനിറ്റ്, അതായത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടാണല്ലോ. 1 മിനിറ്റ് നമ്മളിതിപ്പം 12, 15 എന്നല്ലേ പറയാ, 12:15 ഇസിറ്റ് 12:16 ആകുമ്പോൾ 1 മിനിറ്റിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 1 മിനിറ്റിൽ 6 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 5 മിനിറ്റ്സിൽ 5 × 6 30 ഡിഗ്രിയാണ് അതിൻ്റെ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഴുതേണ്ടത്, ഇതിൽ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 360 × 1/12. 12 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 360നെ 12 നമ്പേഴ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 360 × 1/12, ദാറ്റ് ഈസ് 30 ഡിഗ്രി. അതർവൈസ് യു ക്യാൻ റൈറ്റ് 90 ഡിവൈഡഡ് ബൈ 3. 90 ഡിഗ്രിയാണ് ഒരു ക്വാഡ്രന്റ്, അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ വി ഗോട്ട് ദ ആംഗിൾ. ദെൻ ഏരിയ ഓഫ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ സെപ്റ്റ് ബൈ മിനിറ്റ് ഹാൻഡ്. ഏരിയ സെപ്റ്റ് ബൈ മിനിറ്റ് ഹാൻഡ് കവർ ചെയ്ത ഏരിയ സെപ്റ്റ് ബൈ മിനിറ്റ് ഹാൻഡ് കവർ ചെയ്ത ഏരിയ എന്താണ് പറഞ്ഞേ? θ/360. θ/360 ഇൻറ്റു, ആക്ച്വലി നമുക്ക് ഇത് എളുപ്പമാണ്, θ/360 ഇൻറ്റു πr². ആംഗിൾ തീറ്റ വി ഗോട്ട് 30. 30/360. ആക്ച്വലി 30/360 ആണ് 1/12. ഓക്കെ, ഇൻറ്റു πr². റേഡിയസ്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? 14. റേഡിയസ് r is equal to 14. കാരണം ഈ മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് ആണല്ലോ റേഡിയസ്. മിനിറ്റ് ഹാൻഡ് ആണ് മൂവ് ചെയ്യുന്നത്. മിനിറ്റ് ഹാൻഡ് ഒരു ഇതിലേക്ക് മൂവ് ചെയ്യുമ്പം റേഡിയസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ മിനിറ്റ് ഹാൻഡ് ആണ്. സോ 14². സോ യു ഗെറ്റ് ഹിയർ 1/12 ഇൻറ്റു പൈയുടെ വാല്യൂ എത്രയാണ്? 22/7 ഇൻറ്റു 14 ഇൻറ്റു 14. മനസ്സിലാവുന്നുണ്ടോ? മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് ആണ് റേഡിയസ് ആയിട്ട് വരുന്നത്. 7ഉം 14ഉം വെട്ടി ഇവിടെ 2 ആക്കാം നമുക്ക് അല്ലെ. വീണ്ടും നമുക്ക് ക്യാൻസലേഷൻ ഉണ്ട്. 12, 14, 6, 12, 13 വെട്ടി 6, 7. ദെൻ വീണ്ടും ഇത് ക്യാൻസൽ ചെയ്യാം. 1, 3. സോ 22 × 7/3 അങ്ങനല്ലേ വരിക? 22 × 7 ഡിവൈഡഡ് ബൈ 3. 22 × 7 എത്രയാണ്? 154 divided by 3. So the area is 154 divided by 3 cm². Okay. ആൻഡ് ബൈ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ ഗൈഡ് വെച്ച് ഒരു ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് ഗൈഡിനകത്തൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കണ്ടുപിടിച്ചു കേട്ടോ. ജോമിനാണ് അതെന്നോട് പറഞ്ഞത്. അതിനകത്ത് മാം അത് ചെയ്യുമ്പോൾ ഇത്തിരി മിസ്റ്റേക്ക് വരുന്നുണ്ട്. പക്ഷെ വേറെ കുറേ കുട്ടികളൊക്കെ ഞാൻ നോക്കി, ആ ഗൈഡിൽ ഒന്നും അവർ മെത്തേഡ് നോക്കുന്നില്ല. അവർ പഠിപ്പിച്ചത് മനസ്സിലായിട്ട് അവരുടേതായ നോട്ടാണ് എഴുതുന്നത്. അവരുടേതായ നോട്ട് എഴുതി കഴിയുമ്പോഴേക്കും മിസ്റ്റേക്സ് കുറവായിരിക്കും. അപ്പം ഇതുപോലെ തന്നെ ബോർഡ് നോക്കി കോപ്പി അടിക്കാതെ നിങ്ങൾ തന്നെ ചെയ്ത് പഠിച്ചാൽ അത് ഒത്തിരി നന്നായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. So now let us discuss the fourth question. The chord of a circle of radius 10 cm subtends at a right angle at the center.
ഒരു കോഡ്, ഇവിടെ ഞാനൊരു കോഡ് വരച്ചിട്ടുണ്ട്. ആ കോഡ് എ ബി എന്നാണ് കോഡിന്റെ പേര്. കോഡിന്റെ പേര് എ ബി. അത് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് റൈറ്റ് ആംഗിൾ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് കറസ്പോണ്ടിങ് മൈനർ സെഗ്മെന്റ്. ഇതാണ് അതിന്റെ സെഗ്മെന്റ്. കോഡ് സർക്കിളിനെ കൊണ്ട സെഗ്മെന്റ്, ഈ സെഗ്മെന്റിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഈ മേജർ സെക്ടർ, ഇതാണ് മേജർ സെക്ടർ, ഇതാണ് ഈ ഭാഗത്തിന്റെ ഏരിയയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ ഒന്നും പഠിച്ചില്ല. സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. സെക്ടറിന്റെ ഏരിയ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഏരിയ ഓഫ് ദ ക്വാഡ്രന്റ് കണ്ടുപിടിക്കാം. കാരണം അത് റൈറ്റ് ആംഗിൾ ആണല്ലോ. ദെൻ ഏരിയ ഓഫ് ദ സെക്ടർ, വി ക്യാൻ റൈറ്റ് ദ ഏരിയ ഓഫ് ദ സെക്ടർ, ഏരിയ ഓഫ് ദ ക്വാഡ്രന്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. ക്വാഡ്രന്റ് ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് ക്വാഡ്രന്റ്, കാരണം അത് റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏരിയ ഓഫ് ദ ക്വാഡ്രന്റ് 1/4 πr² എന്ന് എഴുതിയാലും മതി കേട്ടോ. 90/360 into πr². So here 90/360 into what is the 10. ഇവിടെ പൈയുടെ വാല്യൂ 3.14 എന്ന് കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. യൂസ് പൈ ഈസ് ഈക്വൽ ടു, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പൈ ഈസ് ഈക്വൽ ടു 3.14 യൂസ് ചെയ്യണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ആറ് എത്രയാണ്? 10 into 10. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 ഇൻറ്റു 3.14 ഇൻറ്റു 10 into 10. 10 into 10 എന്നാണ് 100. അപ്പൊ 314 ഡിവൈഡഡ് ബൈ 4. 314 ഡിവൈഡഡ് ബൈ 4 ആണ് ഏതിന്റെ ഏരിയ? ഇപ്പൊ ഏരിയ ഓഫ് ദ സെക്ടർ. നമുക്കിതൊന്നുകൂടെ റെഡ്യൂസ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്യാലോ. അപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ 314 ഡിവൈഡഡ് ബൈ 2 വെച്ചിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 2, മുകളില് എന്താ കിട്ടുക? 157 divided by 2. 157 divided by 2 is 78.5. 78.5 centimeter square ആണ് ഏരിയ ഓഫ് ദ ക്വാഡ്രന്റ്. ഇനി നമ്മൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. എന്നാലാണ് ഏരിയ ഓഫ് ദ സെഗ്മെന്റ് കിട്ടുള്ളൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ട്രയാങ്കിളിന്റെ പേരെന്താണ്? AOB. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് പെട്ടെന്ന് ചെയ്താൽ കിട്ടും. ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? ബേസ് 10. ഇത് റേഡിയസ് വരുന്നതുകൊണ്ട് ഇതും 10 തന്നെ ആയിരിക്കും. സോ യു ഗെറ്റ് 10 into 10, 100 divided by 2, 50 എന്ന് കിട്ടും. 50 centimeter square ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് ദ സെഗ്മെന്റ്, ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ്, ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ്. മൈനർ സെഗ്മെന്റിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സെക്ടറിന്റെ ഏരിയ, ഏരിയ ഓഫ് സെക്ടർ മൈനസ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഏരിയ ഓഫ് സെക്ടർ, സെക്ടറിന്റെ ഏരിയ എന്ന് മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് സെക്ടർ 78.5 മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 50. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 28.5 centimeter square is the area of the minor sector. ഇതാണ് ഏരിയ. ഇനി ഏരിയ ഓഫ് മേജർ സെക്ടർ, ഏരിയ ഓഫ്, ഇത് മൈനർ സെഗ്മെന്റിന്റെ ഏരിയ ആണ്. ഇനി ഏരിയ ഓഫ് മേജർ സെക്ടർ കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഇവിടുത്തെ സെക്ടറിന്റെ ആംഗിള് 90 ആണ്. അപ്പൊ ബാക്കിയുള്ളത് 360 മൈനസ് 90 ആണ് റിമൈനിങ് ആംഗിള്. അല്ലെങ്കിൽ 3/4 of πr² എന്ന് എടുക്കാം കേട്ടോ. 360/90 divided by 360 into πr². അതായത് സെൻട്രൽ ആംഗിള് 3/4 എന്ന് വരും. ഇവിടെ 1/4 അല്ലായിരുന്നോ? 1/4 അല്ലായിരുന്നോ? 1/4 of the circle, that is 90 degree. 360 minus 90 we get 270 divided by 360 into പൈയുടെ വാല്യൂ 3.14 into റേഡിയസ് 10 സ്ക്വയർ. ഇത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 3/4 into 3.14 into 100 നമുക്കറിയാം 31.4. സോ നമുക്ക് ഈ കിട്ടിയ ആൻസർ ഉണ്ടല്ലോ 78.5. 78.5 ആണ് 314 divided by 4. 314 divided by 4. 314 എങ്ങനെയാ വന്നേ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3.14നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസ് മാറ്റുക. അപ്പൊ 314 മൾട്ടിപ്ലൈ ബൈ 100. സോറി, നോട്ട് ഡിവൈഡിങ്, മൾട്ടിപ്ലൈ ബൈ 100. 314 multiply by 100 you get 314.
314 divided by 4 is 78.3. So here it is 3 into 78.3. 3 into 78.5 multiply ചെയ്യുക. Then 3 into 78.5 you will get 3 വെച്ച് multiply ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 335.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഈ മേജർ സെക്ടറിന്റെ ഏരിയ. ഓക്കെ, എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാലോ. Let us discuss the fifth question. We can discuss the fifth question. In a circle of radius 21 centimeter, an arc subtend an angle of 60 degree at the center. Find the length of the arc, area of the sector formed by the arc, area of the secant formed by the chord. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കണം, ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണം, ഏരിയ ഓഫ് ദ സെഗ്മെന്റ്. ഇതിൽ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 21 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് 21 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി റേഡിയസ് 21 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് ആർക്ക് ലെങ്ത് തീറ്റ 60 ഡിഗ്രി ഉണ്ട്. നമുക്ക് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണ്? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇവിടെ തീറ്റ എത്ര? ആംഗിൾ തീറ്റ 60 ബൈ 360 ഇൻറ്റു 2 പൈ ആർ. 2 പൈ ആർ ആണ് ടോട്ടൽ ആർക്ക് ലെങ്ത്. സർക്കിളിന്റെ കംപ്ലീറ്റ് ലെങ്ത് 2 പൈ ആർ ആണ്. അപ്പോൾ ഇവിടെ തീറ്റ ബൈ 360 ഇൻറ്റു 2 പൈ ആർ. ദെൻ ഇത് കട്ടായി പോയി 1/6 ഇൻറ്റു 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു റേഡിയസ് 21. ഇത് കട്ടായി ഇവിടെ 3 വരും. വീണ്ടും ഇത് രണ്ടും വെട്ടും. ഇവിടെ 2 വരും. കട്ടായിട്ട് നമുക്ക് ലെങ്ത് ഓഫ് ദ ആർക്ക് 22 സെന്റിമീറ്റർ എന്ന് വളരെ എളുപ്പത്തിന് കിട്ടി. ആർക്ക് ലെങ്ത് 22 സെന്റിമീറ്റർ. ഈ സെക്കൻഡ് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ദ സെക്ടർ ആണ്. അതും എളുപ്പമാണ്. ഏരിയ ഓഫ് ദ സെക്ടർ. സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഏരിയ ഓഫ് ദ സെക്ടർ. Then what is that? Theta 60 degree by 360 into pi. It is told 22/7 into r square. 21 into 21. So this is 1/6 into 22/7 into 21 into 21. ആദ്യത്തെ പോലെ തന്നെ ഇത് ക്യാൻസൽ ആവും. ഇവിടെ 2 വരും. വീണ്ടും ഇത് 22 ആയിട്ട് ക്യാൻസൽ ആവും. 11 ആവും. 11 into 21. 21 into 11. What we get? 21 into 11 നമുക്ക് എന്താ കിട്ടുക ചെയ്യുമ്പോൾ? 21 into 11 231 സെന്റിമീറ്റർ സ്ക്വയർ. 21 into 11 231 സെന്റിമീറ്റർ സ്ക്വയർ. ഇനിയാണ് നമുക്ക് കിടക്കുന്ന ബുദ്ധിമുട്ട്. ഈ ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അത് റൈറ്റ് ട്രയാങ്കിൾ ആയിരുന്നത് കൊണ്ട് ഇത് ബേസും ഓൾട്ടിറ്റ്യൂഡും ഒക്കെ കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ല. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സെക്ടറിന്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്നാലേ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടുള്ളൂ. Now we are going to find area of minor segment. മൈനർ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ്. അതിനാദ്യം നമ്മൾ അറിയേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ പേരെന്താണ്? ട്രയാങ്കിൾ AOB. ഇനി ഈ ട്രയാങ്കിൾ AOBയുടെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് നോക്കി. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB. അപ്പൊ നമ്മളിത് രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആക്കി മാറ്റാൻ വേണ്ടി സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ കോർഡിനേറ്റ് വരയ്ക്കുന്നു. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ കോർഡിനേറ്റ് വരയ്ക്കുന്നു. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ഡിവൈഡ് ചെയ്യുകയും പിന്നെ ഈ രണ്ട് ആംഗിൾസ് ഇതായിരിക്കും. അപ്പൊ ടോട്ടല് ഇവിടെ 60 ആണെങ്കിൽ ഇത് രണ്ടും എത്ര വീതമായിരിക്കും? 30 ഡിഗ്രി വീതമായിരിക്കും. മനസ്സിലായോ? ഡ്രോ OM പെർപെൻഡിക്കുലർ ടു AB. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോ OM പെർപെൻഡിക്കുലർ ടു AB. ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് OM എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് നമ്മൾ വരയ്ക്കണം. അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്. അതിന്റെ പ്രൂഫ് ആവശ്യമുണ്ടോ? We can see in triangle OAM and triangle OBM. ഈ രണ്ട് ട്രയാങ്കിളിലും OA is equal to OB.
OA is equal to OB because they radii of same circle. പിന്നെ ഒരു കോമൺ സൈഡ് ഉണ്ട്. ഏതാണ് ഈ രണ്ട് ട്രയാങ്കിളിന്റെ കോമൺ സൈഡ്? OM is equal to OM because OM is equal to OM common. ഇനി ഇത് റൈറ്റ് ട്രയാങ്കിളും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. OM is perpendicular to AB, so they are right triangle. Therefore triangle OAM is congruent to triangle OBM by RHS rule, right triangle hypotenuse and side. RHS rule അനുസരിച്ച്. അപ്പോൾ ഈ രണ്ട് ആംഗിളും എത്രയാണ്? ആംഗിൾ AOB is equal to angle BOM. AOM is equal to BOM. AOM is equal to BOM. CPCT. അതിൻ്റെ അർത്ഥം ടോട്ടൽ ഈസ് 60 ഡിഗ്രി ആണ്. സോ ആംഗിൾ OAM is equal to ആംഗിൾ BOM is equal to 30 ഡിഗ്രി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ടോട്ടൽ 60 ആണ്. അപ്പോൾ ഓരോ ആംഗിളിൻ്റെയും 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടി. ഇനി നമ്മൾ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെയും നമുക്ക് ട്രിഗണോമെട്രിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ട്രിഗണോമെട്രിനെ സംബന്ധിച്ച് ഇതൊരു ആംഗിളാണ്. ഈ ഒരു ആംഗിളിനെ സംബന്ധിച്ച് AM എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും OM എന്ന് പറയുന്നത് അതിൻ്റെ എന്ത് സൈഡാണ്? അഡ്ജസൻറ്റ് സൈഡുമാണ്. ആംഗിൾ 30 ഡിഗ്രി ഇവിടെയാണ്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് AM, അഡ്ജസൻറ്റ് OM. അപ്പോൾ പക്ഷെ ഇതിനകത്ത് തന്നേക്കുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈൻ 30 എടുക്കാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ OAM. ഏത് ട്രയാങ്കിൾ എടുത്താലും സെയിം പോലെ തന്നെ വരും. OAയും OBM. OAM sin 30 is equal to sin 30. That is sin 30. Opposite side by hypotenuse. So we have AM by OA. So from this sin 30 എത്രയാണ്? 1/2. AM we don't know. നമ്മൾ അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. OA is the radius. It is 21. Cross multiply ചെയ്യണം. So you get AM is equal to the cross multiply ചെയ്യുമ്പോൾ 21 ഇങ്ങോട്ട് പോകും അല്ലേ? 21/2 is equal to AM. So AM is equal to 21/2 എത്രയാണ്? 10.5 സെന്റിമീറ്റർ. നമുക്ക് AM 10.5 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഏതെടുക്കണം? അടുത്തത് ഒന്നില്ലെങ്കിൽ നമുക്ക് കോസ് എടുക്കാം, ടാൻ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് കോസ് 30 എടുത്ത് നോക്കാം. കോസ് 30 is equal to ഇതാണ് 30 ഡിഗ്രി. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? OM ബൈ ഹൈപ്പോട്ടന്യൂസ് ഏത് വരും? പറഞ്ഞേ OA. കോസ് 30യുടെ വാല്യൂ എത്രയാണ്? √3/2. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഈ വാല്യൂസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്? കാണാതെ പഠിച്ചിട്ടുള്ളവർക്ക് കണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല. പഠിക്കാത്തവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ട് വരികയും ചെയ്യും. സൈൻ 30യുടെ വാല്യൂ 1/2, കോസ് 30യുടെ വാല്യൂ √3/2. OM ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. OA എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് 21. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ 2 into OM. 2 into OM is equal to 21√3. So OM is equal to 21√3 divided by 2. 21/2 നമ്മളിവിടെ 10.5 എഴുതിയിട്ടുണ്ട്. 10.5√3 സെന്റിമീറ്റർ. അപ്പം നമുക്ക് പെർപെൻഡിക്കുലർ കിട്ടി. ഇനി AB കണ്ടുപിടിക്കണം. അതാണ് അതിൻ്റെ ബേസ്. AB is equal to 2 times of AM. അതായത് AM നമുക്ക് ഇവിടെ എത്ര കിട്ടി? ഇവിടുന്ന് ഇവിടെ വരെ 10.5. 2 into 10.5 നമുക്ക് എത്ര കിട്ടി? 21 സെന്റിമീറ്റർ കിട്ടി. അല്ലെങ്കിൽ തന്നെ വേറൊരു എളുപ്പ വഴി ഉണ്ടായിരുന്നു ആ AB കിട്ടാൻ വേണ്ടി. ഇവിടെ 60 ഡിഗ്രിയാണ്. പിന്നെ ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും. കാരണം OA is equal to OB ആണ്. OA is equal to OB ആയതുകൊണ്ട് AB നമുക്ക് 21.5 കണ്ടുപിടിക്കാം. നമുക്ക് വേണ്ട പൈതഗോറസ് തിയറം വെച്ചിട്ട് വേണമെങ്കിലും OM കണ്ടുപിടിക്കാം. വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB ഹാഫ് ഇൻറ്റു ബേസ് ഏതാ? AB ഇൻറ്റു പെർപെൻഡിക്കുലർ OM. സോ ഹാഫ് ഇൻറ്റു ABയുടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 21 ഇൻറ്റു OM ഈസ് 10.5√3. സോ ഇതിങ്ങനെ കട്ട് ചെയ്ത് 10.5 ആക്കിയാൽ 10.5 ഇൻറ്റു 10.5 ഇൻറ്റു √3. 10.5 ഇൻറ്റു 10.5 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. 10.5 ഇൻറ്റു 10.5 എത്ര വരുമെന്ന് അറിയാമോ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 10.5 ഇൻറ്റു 10.5 മൾട്ടിപ്ലൈ ചെയ്യണം. 1 മൾട്ടിപ്ലിക്കേഷൻ. അല്ലെങ്കിൽ ഇത് നമുക്ക് വേറൊരു രീതിയിൽ by4 ഒക്കെ ഇട്ടിട്ട് എഴുതാം. ഓക്കെ, നമുക്കല്ലെങ്കിൽ ഇത് by4 ഇട്ടിട്ട് എഴുതാം. ഇത് ഡെസിമലിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്കിത് ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിത് 21 അവിടെ അങ്ങനെ ചെയ്താലോ?
ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ അതുപോലെയാണ് കിടക്കുന്നത്. അപ്പം ഇത്ര വേണ്ട, ഈ സിംപ്ലിഫിക്കേഷൻ വേണ്ട. ഹാഫ് ഇൻറ്റു എ ബിയുടെ ലെങ്ത് 21, നമ്മളത് കിട്ടി. ഇനി ഒ എമ്മിൻ്റെ ലെങ്ത്, ഒ എം ഹാഫ് ഇൻറ്റു 21 ഇൻറ്റു ഒ എം 21√3/2. സോ ഇവിടെ നമ്മൾ ന്യൂമറേറ്ററിൽ 21 ഇൻറ്റു 21 441 ഡിവൈഡഡ് ബൈ 4√3. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ കേട്ടോ. 441 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു √3. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഞാനിപ്പോൾ ഈ സൈഡ് മാറ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുക? therefore ഏരിയ ഓഫ് സെഗ്മെന്റ്, ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ്, ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ്, ഏരിയ ഓഫ് ദ സെക്ടർ മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദ സെക്ടർ എത്രയാണ്? 231 മൈനസ് ഏരിയ ഓഫ് ദ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ 441√3 ഡിവൈഡഡ് ബൈ 4. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കിടക്കുന്നുള്ളൂ. 231 മൈനസ് 441√3/4 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് വേണേൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് പ്രോബ്ലം. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിനി അടുത്ത